ഹലോ ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേൾഡിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. എൻ്റെ പേര് ബിജോയ്. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞെങ്കിലും പഠിത്തത്തിൽ വളരെ മിടുക്കനായതുകൊണ്ട് 10ാം ക്ലാസ് എത്തിയതേ ഉണ്ടായിരുന്നു. പതിവ് പോലെ തന്നെ എന്നെ ക്ലാസ്സിൽ മൂത്താപ്പ എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ക്ലാസ്സിൽ ഗായത്രി മിസ് പഠിപ്പിക്കാൻ വരുന്നത്. നല്ല അടിപൊളി മിസ്സാണ്. സിനിമാ നടി പാർവതി മേനോൻ്റെ അതേ ലുക്കും ശരീരവുമാണ് ടീച്ചർക്ക്. ഒരു 35 വയസ്സ് കാണും. ക്ലാസ്സിൽ എല്ലാവരും മിസ്സ് പഠിപ്പിക്കുമ്പോൾ നല്ല പോലെ ശ്രദ്ധിച്ചിരിക്കാൻ തുടങ്ങി. ക്ലാസ്സല്ല, ടീച്ചറെ. സാരിയിൽ മിസ്സിൻ്റെ ബാക്ക് വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് എന്തൊക്കെയോ തോന്നും. തിരിഞ്ഞു എന്ന് ബോർഡിൽ എഴുതുമ്പോൾ അതെല്ലാം കാണുമ്പോൾ എല്ലാ കുട്ടികളും നന്നായി ആസ്വദിക്കാറുണ്ട്. സൈഡിൽ കൂടി ബ്ലൗസിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഫ്രണ്ടുകൾ കാണുമ്പോൾ ഭംഗിയൊന്ന് വേറെ തന്നെ. ആ ഒരു സൈഡ് വ്യൂ ഞാൻ ഒരിക്കലും മിസ്സാക്കാറില്ല. മിസ്സ് നടക്കുമ്പോൾ പിറകെ നടക്കും. മിസ്സ് ഇതൊന്നും ശ്രദ്ധിക്കാതെ എല്ലാവരോടും നല്ല സ്നേഹമാണ്, പ്രത്യേകിച്ച് എന്നോട്. കാരണം ഞാനാണ് 10ാം ക്ലാസ്സിലെ മിസ്സിൻ്റെ പേടി. കണക്ക് പഠിപ്പിക്കുന്ന മിസ്സ് കണക്ക് നല്ല പോലെ വീക്കായി എന്നെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. മിസ്സിൻ്റെ അഴകുകൾ നോക്കി ഞങ്ങൾ ലാസ്റ്റ് ബെഞ്ചുകാരുടെ ഒരു സ്ഥിരം വിനോദമായിരുന്നു. എന്തെന്നല്ലേ, മിസ്സിനെ നോക്കിയിരിക്കുക, അതെന്നെ, അല്ലാതെ വേറെ എന്ത്. ക്ലാസ്സിൽ കസേരയിലിരിക്കുന്ന മിസ്സിൻ്റെ അടുത്ത് ചെന്ന് ഓരോ സംശയം വെറുതെ ചോദിച്ച് മിസ്സിൻ്റെ പിന്നിൽ നിന്ന് സാരിയുടെ ഇടയിലൂടെ എല്ലാം നോക്കുന്നത് ഞങ്ങൾ തന്നെയായിരുന്നു ക്ലാസ്സിൽ മുൻപന്തിയിൽ. അങ്ങനെ ഇരിക്കുകയാണ് മിസ് ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തിയത്. ഓരോ ബെഞ്ചിലും ഓരോ കുട്ടികൾ മാത്രം ഇരുത്തി ലാസ്റ്റ് ബെഞ്ചിൽ ചുമരിനോട് ചേർന്നാണ് ഞാൻ ഇരുന്നത്. ടെസ്റ്റ് തുടങ്ങി, എല്ലാവരും എഴുതാൻ തുടങ്ങി. ഞാനും എന്തൊക്കെയോ എഴുതി തുടങ്ങി. അപ്പോഴാണ് മിസ്സിൻ്റെ സൈഡിലൂടെ ഇടയ്ക്ക് നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. ബെഞ്ചിൻ്റെ അറ്റവും ചുമരും തമ്മിൽ ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാനുള്ള സ്ഥലമുള്ളൂ. മിസ്സ് പുറം തിരിഞ്ഞ് നടക്കുമ്പോൾ മിസ്സിൻ്റെ ബാക്ക് ബെഞ്ചിൽ ഉടഞ്ഞാണ് പോകുന്നത്. എനിക്കൊരു ഐഡിയ തോന്നി. ഞാൻ മിസ്സ് വരുമ്പോൾ എൻ്റെ കൈയെ ബെഞ്ചിൻ്റെ തെറ്റത്ത് പിടിച്ചിരുന്നു. മിസ്സ് പതിവ് പോലെ അതിലേ പോയപ്പോൾ എൻ്റെ കൈ മിസ്സിൻ്റെ എവിടേക്കോ ഉരഞ്ഞു. ഞാനപ്പോൾ പെട്ടെന്ന് കൈയെടുത്തു. മിസ്സ് എന്തോ പതിവില്ലാതെ തട്ടിയത് മനസ്സിലാക്കി എന്നെ തിരിഞ്ഞു നോക്കി. ഞാൻ അറിയാത്ത പോലെ ഇരുന്നു. അടുത്ത തവണയും മിസ്സ് അങ്ങനെ പോയപ്പോൾ ഞാൻ അതുപോലെ ചെയ്തു. അപ്പോഴും തിരിഞ്ഞു നോക്കിയ മിസ്സ് എൻ്റെ കൈ കണ്ടില്ല. 3ാമത്തെ വട്ടം വന്ന മിസ്സിൻ ബെഞ്ചിൻ്റെ അറ്റത്ത് എൻ്റെ കയ്യിൽ തട്ടിയപ്പോൾ അങ്ങനെ തന്നെ നിന്നു. എൻ്റെ കയ്യിൽ അമർന്നിരുന്നു. ഇതറിഞ്ഞ ഞാൻ കൈ വലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഇതിനിടയിൽ തിരിഞ്ഞു നോക്കിയ മിസ്സ് എൻ്റെ കൈ കാണുകയും ഞാനത് പെട്ടെന്ന് പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ കൈ ശരിക്കും മിസ് കണ്ടിരുന്നു. ഇത് കണ്ട് മിസ്സ് എന്നെ ഒന്ന് ശരിക്കും നോക്കി. ഞാൻ ഇരുന്ന് വിയർക്കാനും തുടങ്ങി. പക്ഷേ മിസ്സൊന്നും പറയാതെ നടന്നുപോയി. പിന്നെ മിസ്സ് പതിവ് പോലെ അതുമായി വന്നപ്പോൾ ഞാൻ കൈ വെച്ചില്ല. മിസ്സ് എൻ്റെ പുറകിൽ നിന്ന് ഞാൻ എഴുതുന്നത് എത്തിച്ചു നോക്കി. ശരിക്കും കാണാത്ത മിസ്സ് ഡെസ്കിൽ കൈ കുത്തിവെച്ച് ഒന്ന് എത്തിച്ചു നോക്കി. മിസ്സിൻ്റെ എന്തൊക്കെയോ ഞാൻ കണ്ടു. എന്നെ തൊട്ടില്ല എന്ന പോലെ നിന്ന് മിസ്സിൻ്റെ വിയർപ്പിൻ്റെയും അത്തറിൻ്റെയും കൂടി കലർന്ന മണം എന്നെ വല്ലാതെ മത്തുപിടിപ്പിച്ചു. യാന്ത്രികമായി എൻ്റെ തോൾ പുറകിലേക്ക് നീങ്ങി മിസ്സിൻ്റെ എവിടേക്കോ തട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പെട്ടെന്ന് തോൾ പിൻവലിച്ചു. അതിൽ തട്ടിയപ്പോൾ എനിക്ക് റബ്ബർ പന്തിൽ തട്ടുന്ന പോലെയാണ് തോന്നിയത്. മിസ്സ് അപ്പോൾ വേഗം നേരെ നിന്നു. എന്നിട്ട് നടന്ന് ബെഞ്ചിൻ്റെ അറ്റത്ത് നിന്നു. എന്നെ നോക്കി ഞാൻ അറിയാത്ത പോലെ ഇരുന്നു. മിസ്സ് എന്നെ നോക്കി നടന്നുപോയി. പിന്നെ മിസ്സ് വന്ന് എൻ്റെ ബെഞ്ചിൽ ഒരറ്റത്തിരുന്നു. ഞാൻ പേടിച്ചു, അങ്ങോട്ട് നോക്കിയില്ല. കുറച്ച് കഴിഞ്ഞ് മിസ്സിനെ ഒന്ന് പാളി നോക്കി ഞാൻ ഞെട്ടി. കാരണം മിസ്സ് ബെഞ്ചിലിരുന്ന് 2 കൈയും ഡെസ്കിൽ വെച്ച് നേരെ നോക്കിയിരിക്കുന്നു. മിസ്സിൻ്റെ സൈഡിൽ നിന്നും മാറി ബ്ലൗസിൽ ആ വലിയ ഫ്രണ്ടുകൾ നന്നായി കാണാം. സാരി കയറ്റി കുത്തിയേക്കുന്നത് കൊണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനത് പാളി നോക്കി. പക്ഷേ അത് മിസ്സ് കണ്ടു. സാരി നേരെയിട്ടു, കൈകൾ ശരിക്ക് വെച്ചിരുന്നു. എന്നിട്ട് എന്നെ നോക്കി മിസ്സ്. എന്നിട്ട് എന്നോടൊരു ഡയലോഗ്, ബിജോയ് വെറുതെ നോക്കിയിരിക്കാതെ വേഗം എഴുതാൻ നോക്ക്. ഞാൻ പേടിച്ചു, പിന്നെ നോക്കിയില്ല. കുറച്ച് കഴിഞ്ഞ് മിസ്സ് എഴുന്നേറ്റ് പോയി. സമയമായപ്പോൾ എല്ലാവരുടെയും പേപ്പർ മിസ്സ് വാങ്ങി മിസ്സ് പോയി. അടുത്ത പീരീഡ് PT ആയിരുന്നു. PT കഴിയാറായപ്പോൾ പ്യൂൺ രാമേട്ടൻ വന്ന് എന്നെ ഗായത്രി ടീച്ചർ സ്റ്റാഫ് റൂമിൽ വിളിക്കുന്നു. അവിടെ മിസ്സ് ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിന് വേറെ ആരും അവിടെയില്ല.
എന്താ ബിജോയി എഴുതി വെച്ചേക്കുന്നേ? ഒരു മാർക്ക് പോലും ഈ പേപ്പറിൽ ഇടാൻ പറ്റില്ലല്ലോ. ഞാൻ ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. നീ ഒരാൾ കാരണം സ്കൂളിൻ്റെ ഈ വർഷത്തെ 100% വിജയം കളയുമോ? മിസ്, എനിക്ക് കണക്കത്ര പെട്ടെന്ന് തലയിൽ കയറുന്നില്ല. ആദ്യം വേണ്ടാത്ത നോട്ടവും വിചാരവും തലയിൽ നിന്ന് കളയണം, എന്നാലേ തലയിൽ എന്തേലും കയറും. ഞാൻ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. വീട്ടിൽ പഠിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അല്ല, വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ മാത്രം. അച്ഛൻ ഗൾഫിലാണ്. ഞാൻ ഒറ്റ മോനാണ്. അപ്പോൾ ലാളിച്ച് വഷളാക്കിയൊക്കെയല്ലേ? അങ്ങനെ മിസ്സ് വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചു. മിസ്സ് കൂളായി. ആ സംസാരം ഞാനും മിസ്സും കൂടുതൽ അടുക്കാൻ സഹായിച്ചു. മിസ്സിൻ്റെ ഭർത്താവും ഗൾഫിലാണ്. നല്ലോണം പഠിക്കാൻ നോക്കൂ. അച്ഛനെ പോലെ ഗൾഫിൽ പോകണ്ടേ? ആദ്യം വേണ്ടാത്ത ചിന്തകളാ. ഞാൻ തല കുലുക്കി. അവിടെ നിന്നും പോന്നു. അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഒരു വലിയ കാറ്റും മഴയും ഒഴിഞ്ഞ പ്രതീതിയായിരുന്നു എൻ്റെ ഉള്ളിൽ. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും മിസ്സും കൂടുതൽ അടുത്തു. മിസ്സിൻ്റെ ഒരു സീനും ഞാൻ പാഴാക്കിയില്ല. ഇതിനിടയ്ക്ക് മിസ് ഒരു വാടക വീട് എൻ്റെ വീടിനടുത്തെടുത്തു. അങ്ങനെ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന നേരം നല്ല മഴ പെയ്തു. എൻ്റെ കയ്യിൽ ഭാഗ്യത്തിന് കുട ഉണ്ടായിരുന്നു. കുറച്ചു നേരം മഴ കുറയുന്നത് നോക്കി നിന്നെങ്കിലും മാറിയില്ല. ഇതിനിടയിൽ കുട്ടികൾ പലരും പോയി. ആകെ കുറച്ച് കുട്ടികൾ മാത്രമായി. മഴ മാറാത്തത് കാരണം ഞാൻ കുട നിവർത്തി മഴയിൽ നടന്നു. സ്റ്റാഫ് റൂമിൻ്റെ അവിടെ എത്തിയപ്പോൾ ബിജോയ് എന്ന വിളി കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയതും ഗായത്രി മിസ് എൻ്റെ കുടയിലേക്ക് ഓടിക്കയറി. ബിജോയ്, ഞാനും വരുന്നു നിൻ്റെ കൂടെ. ഞാൻ കുട എടുത്തിട്ടില്ല. എന്നെ വീട് വരെ ആക്കി തന്നോളൂ. മഴയാണെങ്കിൽ ഇപ്പോൾ മാറുന്ന ലക്ഷണമില്ല. മിസ്സ് വന്നോളൂ, ഞാൻ വീട്ടിലാക്കാം. വളരെ ഉപകാരം. അങ്ങനെ ഞാനും മിസ്സും മഴയത്ത് ഒരു കുടക്കീഴിൽ നടന്നു. ഞാൻ മിസ്സിൻ്റെ വലതുവശത്തും മിസ്സിൻ്റെ ഇടത് തോളിൽ ബാഗുമുണ്ട്. കുട പിടിച്ച് നടക്കുന്നത് ഞാനാണ്. പക്ഷേ അത് ഇടയ്ക്ക് മിസ്സിൻ്റെ തലയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ബിജോയ്, കുട ഞാൻ പിടിക്കാം, അല്ലെങ്കിൽ എൻ്റെ തല നീ തല്ലി പൊട്ടിക്കും. അത് ശരിയായിരുന്നു, കാരണം ഞാൻ മിസ്സിൻ്റെ ഷോൾഡർ വരെ പൊക്കമുണ്ടായിരുന്നുള്ളൂ. ഞാൻ മിസ്സിൻ്റെ കൈകളിൽ മുട്ടി ഉരുമി നടന്നു. ആ കൈക്ക് നല്ല മിനുസമുണ്ടായിരുന്നു. അത് എന്നിൽ കുളിര് കോരിച്ചു. നീ പഠിക്കാൻ എപ്പോഴും പിന്നിലാണല്ലോ. 10 ജയിക്കണമെന്നില്ലേ? ഉണ്ട് മാഡം. എന്നിട്ടത് പരീക്ഷയിൽ കാണാനില്ലല്ലോ. ഞാനൊന്നും മിണ്ടാതെ നടന്നു. വീട്ടിൽ പറഞ്ഞു തരാൻ അമ്മയില്ലേ? അമ്മയ്ക്കത്ര പഠിപ്പില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നാളെ വരുന്നുണ്ട്. നിന്നെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അതെന്തിനാ മിസ് വീട്ടിൽ വരുന്നേ? നീ പേടിക്കണ്ട, അടുത്തായതുകൊണ്ട് വെറുതെ വരുന്നു എന്നുള്ളൂ. അങ്ങനെ ഓരോന്നും പറഞ്ഞു നടന്നു. മിസ്സിൻ്റെ വീടെത്തിയപ്പോൾ മിസ്സ് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോയി. വെള്ളം നനയാതിരിക്കാൻ മിസ്സ് സാരി കുറച്ച് പൊന്തിച്ച് പിടിച്ചാണ് നടന്നത്. അപ്പോൾ മിസ്സിൻ്റെ കാലുകൾ കണ്ടു. നല്ല പാൽവെണ്മയുള്ള കടഞ്ഞെടുത്ത കാലുകൾ. പടി കയറിയ മിസ്സ് എന്നെ തിരിഞ്ഞു നോക്കി. സാരി നേരെ ഇട്ടു. കയറി വാടാ, ചായ കുടിച്ചിട്ട് പോകാം. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും മിസ്സിൻ്റെ നിർബന്ധം മൂലം അകത്തേക്ക് കയറി. എന്നെ ടേബിളിൽ ഇരുത്തി. അപ്പോൾ മിസ്സിൻ്റെ വേലക്കാരി ലതിച്ചേച്ചി വന്നു. കണ്ടാൽ ഒരു 50 വയസ്സ് കാണും. പാവാടയും ബ്ലൗസുമാണ് വേഷം. ഇരുനിറം ബ്ലൗസിൻ്റെ ഒതുങ്ങാത്ത വലിയ കൊളുത്തുകൾ. എൻ്റെ നോട്ടം കണ്ട് ചേച്ചി ഒരു തോർത്തെടുത്ത് പുതച്ചു. ലതേച്ചി, വിജയ്ക്കൊരു ചായ കൊടുക്കും, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയാണ്. ഇതും പറഞ്ഞ് മിസ് റൂമിലേക്ക് പോയി. ലതേച്ചി 2 ഗ്ലാസ്സിൽ ചായ കൊണ്ടുവന്നു ടേബിളിൽ വെച്ചു. എന്നെ നോക്കി ചിരിച്ചു. മോന് കഴിക്കാൻ പാലപ്പം എടുക്കട്ടെ? ഞാൻ ഉണ്ടാക്കിയതാണ്. എടുത്തോ, എനിക്ക് പാലപ്പം വളരെ ഇഷ്ടമാണ്. അത് കണ്ടാൽ അറിയാം എന്നും പറഞ്ഞ് ചേച്ചി അടുക്കളയിൽ പോയി. അപ്പോൾ മിസ് വന്ന് എൻ്റെ അടുത്തിരുന്നു. ഈ മഴയത്ത് നല്ല ചൂട് ചായ കുടിക്കാൻ അടിപൊളിയാ അല്ലേടാ? ഞങ്ങൾ ചായ കുടിച്ചു തുടങ്ങിയപ്പോൾ ലതച്ചേച്ചി വന്നു. അപ്പവും മുട്ടക്കറിയും വിളമ്പി. അത് കഴിച്ചു കഴിഞ്ഞു ഞാൻ കൈ കഴുകാൻ എഴുന്നേറ്റു. അടുക്കളയുടെ സൈഡിലാണ് വാഷ് ബേസ്. അവിടെ പോയിക്കോ. ഞാൻ വാഷ് ബേസിൽ ടാപ്പ് തുറന്നപ്പോൾ വെള്ളം വന്നില്ല. അപ്പോൾ ലതച്ചേച്ചി വന്ന് കുഞ്ഞു ബേസിൻ്റെ അടിയിലുള്ള വാൾവ് തുറന്നു. ആ നിമിഷം ചേച്ചിയുടെ തോർത്ത് താഴെ പോയി. എനിക്ക് അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം കിട്ടിയില്ല. അത്രയും മനോഹരമായ കാഴ്ചയായിരുന്നത്. ലതച്ചേച്ചി അങ്ങനെ നിന്നുകൊണ്ട് തന്നെ വാഷ് ബേസിൻ്റെ അടിയിലുള്ള വാൾവ് തുറന്ന് നിവർന്നു നിന്ന് തോർത്ത് നേരെയിട്ടു. അപ്പോഴെല്ലാം എൻ്റെ ശ്രദ്ധ ആ ഭംഗിയുള്ള ആ സാധനത്തിലേക്കായിരുന്നു. അവർ എന്നെ നോക്കി ചിരിച്ചു. അടുക്കളയിൽ പോയി. ഞാൻ മിസ്സിനോട് യാത്ര പറഞ്ഞിരുന്നു. പിറ്റേ ദിവസം വൈകിട്ട് മിസ്സ് വീട്ടിലേക്ക് വന്നു. മിസ്സ് ചുരിദാറും ലെഗിൻസുമാണ് ഇട്ടത്. ഞാൻ ആദ്യമായാണ് മിസ്സിനെ ആ വേഷത്തിൽ കാണുന്നത്. പടി കയറി വരുന്ന മിസ്സിനെ ഞാൻ ഇമ വെട്ടാതെ നോക്കി നിന്നു.
എന്തായിട്ട് ആദ്യമായി കാണുന്ന പോലെ നോക്കണേ? ഈ വേഷത്തിൽ ആദ്യമായാണ് കാണുന്നത്. മിസ്സിന് ചുരിദാർ നല്ല ഭംഗിയുണ്ട്. സ്കൂളിൽ വരുമ്പോൾ ഇതൊക്കെ ഇട്ടൂടെ? എനിക്ക് ചുരിദാർ തന്നെയാണ് ഇഷ്ടം. പക്ഷേ സാരി സ്കൂളിൽ നിർബന്ധമാണ്, അതുകൊണ്ട് മാറ്റാൻ പറ്റില്ല. ഈ ഡ്രസ്സിൽ മിസ് ഒന്നുകൂടി ഭംഗി വെച്ചു. അപ്പോൾ മിസ്സിൻ്റെ മുഖത്ത് ഒരു സന്തോഷം കണ്ടു. ഞാൻ പറഞ്ഞത് മിസ്സിന് നല്ലപോലെ ഇഷ്ടമായി. ആരുടെയാ സ്കൂട്ടറാ പുറത്തിരിക്കുന്നത്? എൻ്റെ. നീ സ്കൂട്ടർ ഓടിക്കുമോ? 10 വയസ്സ് മുതൽ ഞാൻ ബൈക്ക് ഓടിച്ചു തുടങ്ങി, പിന്നെയാ സ്കൂട്ടർ. ആഹാ, കൊള്ളാല്. ലൈസൻസ് എടുത്തു? എക്സാം കഴിഞ്ഞാൽ എടുക്കണം. മിസ് അകത്തേക്ക് കയറി. അമ്മയും മിസ് നല്ലപോലെ കത്തിവെച്ച് സംസാരിച്ചു. കൂട്ടത്തിൽ എന്നെയും കുറേ ഉപദേശിച്ചു. ടീച്ചർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവന് ട്യൂഷൻ എടുക്കാമോ? മിസ്: ആ, ഞാൻ അതും പറയാനാണ് വന്നത്. സംസാരിച്ച് അത് മറന്നു. എന്നാൽ വൈകിട്ട് ക്ലാസ് കഴിയുമ്പോൾ എടുത്തോ. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വിട്ടാൽ മതി. ഒരു 2 മാസം കൂടി കഴിയട്ടെ. അടുത്ത ആഴ്ച ഹസ്ബൻഡ് ലീവിന് വരുന്നുണ്ട്. അപ്പോഴേക്കും എക്സാം ടൈം ആണോ? എത്ര നാളായി പോയിട്ട്? 3 കൊല്ലമായി. 2 മാസം ലീവുണ്ട്. എന്നാൽ അങ്ങനെ ആവട്ടെ. മിസ് ഞങ്ങളുടെ യാത്ര പറഞ്ഞിറങ്ങി. തിങ്കളാഴ്ച പോകുമ്പോഴും മഴ കിട്ടി. ഈ തവണ എൻ്റെ കയ്യിൽ കുടയില്ലായിരുന്നു. ഇത് കണ്ട് മിസ് എന്നെയും കൂടെ കൂട്ടി. നടക്കുമ്പോൾ ഞാൻ പരമാവധി മിസ്സിൻ്റെ ദേഹത്ത് തട്ടിയാണ് നടന്നത്. അതൊരു പ്രത്യേക സുഖമായിരുന്നു. കൂടെ മിസ്സിൻ്റെ അത്രിൻ്റെ മണവും എന്നെ വല്ലാതെ ആകർഷിച്ചു. മിസ്സിൻ്റെ വീട്ടിൽ കയറിയപ്പോൾ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാനായി മിസ് കുനിഞ്ഞു. അപ്പോൾ ഞാൻ എന്തൊക്കെയോ അവിടെ കണ്ടു. നല്ലപോലെ അത് കണ്ട് ആസ്വദിച്ചു നിന്ന എന്നെ മിസ് തല പൊന്തിച്ചു നോക്കി. എൻ്റെ നോട്ടം മനസ്സിലായി. മിസ് നിവർന്നു നിന്നു. ഞാൻ വേഗം നോട്ടം മാറ്റി അവിടെ നിന്നും വേഗം ചായ കുടിച്ചു ഞാൻ ഇറങ്ങി. പിന്നീട് സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും യാത്ര മിസ്സിൻ്റെ കൂടെയാക്കി. ആ ശനിയാഴ്ചയായിരുന്നു മിസ്സിൻ്റെ ഹസ്ബൻഡ് വരുന്നത്. അന്ന് വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ മിസ് എൻ്റെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചു. എന്നോട് സ്കൂട്ടറായി അവിടെ വരെ ചെല്ലാൻ അമ്മയോട് പറഞ്ഞു. ഹസ്ബൻഡ് വരുന്നതല്ലേ, എന്തിനാ ഞാൻ ബൈക്കായി അവിടെ പോകുന്നതെന്ന് ആലോചിച്ചു. പിന്നെ ഞാൻ പോയി. ഞാൻ മിസ്സിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഹസ്ബൻഡിനെ കണ്ടില്ല. മാത്രമല്ല മിസ്സിൻ്റെ മുഖം നല്ലപോലെ വിഷമിച്ച പോലെ തോന്നി. സാരി തന്നെയാണ് വേഷം. എന്താ മിസ് വല്ലാതെ ഇരിക്കുന്നേ? ഹസ്ബൻഡ് വന്നില്ല? ഇല്ല, അടുത്ത കൊല്ലം വരൂ എന്നാണ് പറഞ്ഞത്. അയ്യോ, അതെന്ത് പറ്റി? എന്ത് മാങ്ങാത്തൊലിയാണോ? അവിടെ ഷേക്ക് ലീവ് തന്നില്ല എന്ന്. സാരമില്ല മിസ്. മിസ്സിൻ്റെ മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണാൻ എന്തോ പോലെ. ഞാൻ എങ്ങനെ ഇരുന്നാൽ എന്താ, ആര് കാണാനാ? അയ്യോ, അങ്ങനെ പറയല്ലേ, മിസ്സിൻ്റെ ഫാൻസ് വിഷമിക്കും. ഫാൻസോ? അതെ, ക്ലാസ്സിലെ എല്ലാവരും മിസ്സിൻ്റെ ഫാൻസാ. അപ്പോൾ നീയോ? ഞാനാണ് അവരുടെ പ്രസിഡൻറ്റ്. മിസ് അപ്പോൾ പൊട്ടിച്ചിരിച്ചു. എൻ്റെ ചെവിയിൽ പതുക്കെ പിച്ചി. വെറുതെ അല്ല നീ പരീക്ഷയ്ക്ക് തോൽക്കുന്നത്. തിങ്കളാഴ്ച മുതൽ നീ ട്യൂഷന് വന്നോട്ടോ. നിൻ്റെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. അയ്യോ, പറഞ്ഞത് അബദ്ധമായോ? ആയി. അല്ല, എന്നോട് ഇപ്പോൾ എന്താ വരാൻ പറഞ്ഞേ? എനിക്ക് ടൗൺ വരെ പോകണം. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതിനെന്താ, പോവാലോ. ബസ്സിൽ പോയാൽ കുറേ ചുറ്റണം. അതാ ഡ്രസ്സ് മാറി വരാം. നീ ഇവിടെ ഇരിക്കും. ലത ചേച്ചി ഇല്ലേ ഇവിടെ? മിസ് വീട്ടിൽ പോയേക്കാം, രാത്രി എത്തും. എനിക്ക് കുടിക്കാൻ ജ്യൂസ് തന്ന് മിസ് റൂമിലേക്ക് പോയി. ഞാൻ ഹാളിലിരുന്നു. അപ്പോഴാണ് എന്നിലെ ചെകുത്താൻ ഉണർന്നത്. ഞാൻ എഴുന്നേറ്റ് മിസ്സിൻ്റെ റൂമിൻ്റെ ഡോറിൻ്റെ അടുത്ത് പോയി കീ ഹോളിൽ കൂടി നോക്കാൻ ശ്രമിച്ചപ്പോൾ ഒന്നും നടന്നില്ല. അത് അടഞ്ഞു കിടക്കുന്നു. അപ്പോഴാണ് ഞാൻ ഡോറിൻ്റെ അടിയിലെ വിടവ് കണ്ടത്. ഞാൻ നിലത്ത് കിടന്ന് അതിലൂടെ നോക്കി. അതിലൂടെ റൂമിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയും, പക്ഷേ ഫുൾ വ്യൂ ഇല്ല. റൂമിൻ്റെ താഴേന്ന് കുറച്ച് മാത്രം കാണും. കുറച്ച് കഴിഞ്ഞപ്പോൾ മിസ്സിൻ്റെ കാലുകൾ കണ്ടു. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. കറുത്ത പാവാടയും താഴെ നിന്ന് കുറച്ച് കാണാം. മിസ് അങ്ങനെ നടന്നു കട്ടിലിൻ്റെ അടുത്ത് നിന്നു. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.